നമസ്കാരം. ഒരൊറ്റ ഒപ്പ് കാരണം ജീവിതത്തിൽ ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ ചിലപ്പോൾ മനുഷ്യനുണ്ടാകും. അത്തരത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പേ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇതേ സമാനമായ ഒരു സംഭവം ഒരു വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈ ഒരു കഥ പറയാമെന്ന് കരുതും. ഇത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഗൾഫിൽ ഒരു ജോലിക്കായിട്ട് വന്നപ്പോൾ പ്രതീക്ഷ പോലുള്ള ജോലി ഒന്നും എനിക്ക് കിട്ടിയില്ല. കാരണം എൻ്റെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പലയിടത്തും ചോദിക്കുമ്പം അവർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ കളഞ്ഞു. ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ ജോലി ഇല്ലാതിരുന്ന് അവസാനം ഒരു മലയാളി കമ്പനിയിൽ എനിക്കൊരു ജോലി കിട്ടി. എന്നെ സംബന്ധിച്ചോളം പുതിയൊരു ഫീൽഡായിരുന്നു. എല്ലാം ഒന്നേന്ന് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. എനിക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. നല്ല വലിയ പ്രോജക്റ്റായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ പോയി. 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പല പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നെ നല്ല രീതിയിൽ അവർ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലൈസൻസ് എടുക്കണമെന്നുള്ളതായി, ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗൾഫിലൊരു നിയമം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രൈറ്റീരിയ ഒരു ഉണ്ടായിരിക്കണം, ഒരു വിസ ഉണ്ടായിരിക്കണം, പഠിത്തം ഉണ്ടായിരിക്കണം, നമുക്കൊരു ശമ്പളം ഉണ്ടായിരിക്കണം, പിന്നെ നമ്മുടെ കമ്പനിയുടെ സ്പോൺസറായിട്ടുള്ള അറബി സൈൻ ചെയ്യാൻ വേണം. അപ്പം എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളുണ്ട്, ഈ അറബിയുടെ സൈനിൻ്റെ പേപ്പർ കിട്ടുന്നില്ല. ഞാനങ്ങനെ കമ്പനി ചോദിക്കുന്നു, കമ്പനി തരാൻ പറയുന്നല്ലാണ്ട് ഏതാണ്ടൊരു 8-9 മാസത്തോളം എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ എനിക്ക് കുറച്ച് മെഡിക്കൽ പരമായ ചില കാര്യങ്ങൾക്ക് അത്യാവശ്യമുണ്ട്. കാരണം പെട്ടെന്ന് രാത്രിയിലൊക്കെ ആശുപത്രി പോകേണ്ട ഒരു ചില കേസസ് ഉണ്ടായി പേഴ്സണലി. അപ്പോൾ ഞാനും പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് നിങ്ങൾ വണ്ടിയൊന്നും തരണ്ട, ഞാൻ വണ്ടി മേടിച്ചോളാം, എനിക്ക് ജസ്റ്റ് ഒരു ആ പേപ്പർ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി, വെറുതെ ആ അറബി ഒന്ന് സൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കമ്പനിയുടെ ആൾക്കാർ വന്ന് ലൈസൻസ് എടുത്ത് തരും ഒന്നും വേണ്ട, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കാലെ പിടിച്ചില്ലെങ്കിലും കാലെ പിടിക്കുന്ന പോലായി. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം നമുക്ക് ഈ കമ്പനിക്ക് ഒരു ഓണറുണ്ട്, ഓണർ കം മാനേജർ പൊസിഷൻ ഇരിക്കുന്നത്, മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ തരാൻ കുഴപ്പമില്ല, അത് ഞാൻ പറയാം, പക്ഷേ നീ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കോൺട്രാക്റ്റിൽ എന്ത് കുന്തം വേണമെങ്കിലും സൈൻ ചെയ്യാൻ റെഡിയാണ്, കാരണം നമ്മുടെ അവസ്ഥ അതുപോലെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. എന്താണ് കോൺട്രാക്റ്റ്? 5 വർഷത്തേക്ക് ഒരു കോൺട്രാക്റ്റ്, അതായത് ഈ കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലോട്ട് പോകത്തില്ല എന്നുള്ളത്. കുറേ കണ്ടീഷൻസ് ഉണ്ട്, എനിക്കിടയ്ക്ക് ശമ്പളം കൂട്ടിത്തരുന്നുണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഞങ്ങളുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫീൽഡിൽ വിട്ട് അതേ ഫീൽഡിലുള്ള കമ്പനിയിൽ ജോലി ചെയ്യരുതെന്നൊരു കണ്ടീഷനുണ്ട്. എനിവേ ഞാൻ സൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് സൈൻ ചെയ്യുന്നതിനോട് പറഞ്ഞാലും ധൈര്യമായിട്ട് സൈൻ ചെയ്തു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നി പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്നും ചെയ്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്കങ്ങനെ എന്നെ സംബന്ധിച്ചോളം കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടുകാരെ പോലെ, നമുക്ക് അവരൊരു വേറൊരു അകൽച്ചയൊന്നും കാണിച്ചില്ല. ഞാനങ്ങനെ നോർമലി സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞാൽ സൈൻ ചെയ്യുമ്പോൾ ഒരു ശമ്പള വർദ്ധന തരും, പിന്നെ ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ അടുത്തൊരു ശമ്പള വർദ്ധന തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൈൻ ചെയ്തു. നെക്സ്റ്റ് മന്ത് തൊട്ട് പുതിയ സാലറി ഒക്കെ വന്നു. എൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമായത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുത്തു. രണ്ടാമത്തെ ശമ്പള വർദ്ധന ചോദിച്ചു.